മധ്യ കേരളത്തിന് പൊതുവിൽ ലീഗിന്റെ ഒരു ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് മലപ്പുറം അടക്കമുള്ള മലബാർ മേഖലയിലാണ്. മലപ്പുറത്തെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല, അതൊരു ശക്തി ദുർഗം തന്നെയാണല്ലോ. അവിടുത്തെ നേതാക്കൾ ഒരുപാട് പേരുകൾ നമുക്കറിയാം. പക്ഷെ മധ്യ കേരളത്തിലേക്ക് തൃശ്ശൂരിന് തെക്കോട്ടൊക്കെ വരുമ്പോൾ ലീഗ് നേതാക്കളിൽ കേരളം ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു നേതാവ്, ഒരു മുഖം, ലീഗിന്റെ ഒരു മുഖം എന്ന് പറയുന്നത് PK ഇബ്രാഹിം കുഞ്ഞ് എന്ന് പറയുന്ന നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെയുള്ളത് 4 തവണ നിയമസഭാംഗമായി. അതുപോലെ തന്നെ ഈ പറഞ്ഞ മട്ടാഞ്ചേരി എന്ന് പറയുന്ന നിയോജകമണ്ഡലത്തിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ മട്ടാഞ്ചേരിയുടെ അവസാനത്തെ ലീഗിന്റെ മുസ്ലിങ്ങളുടെ ഒരു ശക്തി കേന്ദ്രമായിരുന്നല്ലോ മട്ടാഞ്ചേരി. ആ മട്ടാഞ്ചേരി നിയോജകമണ്ഡലം ഇല്ലാതാകുന്ന അതിന്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ MLA ആയിരുന്നു ഇബ്രാഹിം കുഞ്ഞ്. പിന്നീടാണ് കളമശ്ശേരിയിൽ കളം മാറിയത്. കളമശ്ശേരിയിൽ അത് ജയിച്ചു. പക്ഷെ ഇബ്രാഹിം കുഞ്ഞിനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് വളരെ സൗമ്യനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ഒരു നല്ല രാഷ്ട്രീയ നേതാവിന് വേണ്ട ഒരു സൗമ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലാവരോടും വളരെ സമഭാവനയോടെ പെരുമാറിയ, വളരെ സൗമ്യത മുഖമുദ്രയാക്കിയ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്കാണ് ഇബ്രാഹിം കുഞ്ഞിനെ നമുക്ക് ഓർക്കാൻ ഇഷ്ടം. ഒരുപക്ഷെ പാലാരിവട്ടം വളരെ പെട്ടെന്ന് അവിടുത്തെ കുരുക്കഴിക്കാൻ ഉമ്മൻചാണ്ടി മുൻകൈ എടുത്ത് പാലാരിവട്ടം പാലം സർക്കാരിന്റെ ചെലവിൽ തന്നെ നിർമ്മിക്കാൻ തീരുമാനം എടുക്കുകയും പാലാരിവട്ടം പാലം പിന്നീട് തകർന്നു വീഴും, അല്ലെങ്കിൽ പാലാരിവട്ടം പാലം നിർമ്മാണത്തിൽ വലിയ അഴിമതി ഉണ്ടായി എന്നുള്ളൊരു ആരോപണം അദ്ദേഹത്തിന്റെ യശസ്സിനായിട്ടൊരു വലിയ കളങ്കമായിരുന്നു. ഇബ്രാഹിം കുഞ്ഞ് എന്ന് പറയുന്ന പൊതുമരാമത്ത് മന്ത്രി അതർവൈസ് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു. പല സ്ഥലത്തും വളരെ വേഗത്തിൽ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിൽ അദ്ദേഹത്തിന് പ്രത്യേക വൈഭവം തന്നെ ഉണ്ടായിരുന്നു. ആ വേഗത്തിന് വേണ്ടിയുള്ള പാച്ചിലാണ് ഒരുപക്ഷെ അദ്ദേഹത്തെ കുരുക്കിലാക്കിയതെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പാലാരിവട്ടം പാലത്തിന്റെ കാര്യത്തിൽ പാലം നിർമ്മാണത്തിൽ നടന്ന അഴിമതിയാണോ അതോ പാലത്തിന്റെ സ്ട്രക്ചർ ഡിസൈനിൽ വന്ന പ്രശ്നമാണോ കുഴപ്പമുണ്ടാക്കിയത് എന്ന് എനിക്കറിയില്ല. ഒരു മന്ത്രി നേരിട്ട് ഈ ഡിസൈനിങ്ങിലൊന്നും അദ്ദേഹത്തിന്, പ്രത്യേകിച്ച് ദേശീയപാതയിലുള്ള ഒരു പാലത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഡിസൈനിങ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് വിദഗ്ധന്മാരാണ്. അപ്പൊ ആ ഡിസൈനിൽ വന്ന തകരാറ് കൊണ്ടാണ് ആ പാലത്തിന്റെ ബീമുകൾക്കൊക്കെ കുഴപ്പം സംഭവിച്ചതെന്നുള്ളൊരു വാദം മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷെ അത് അംഗീകരിക്കപ്പെട്ടില്ല. അതിന്റെ ഭാരപരിശോധന നടത്താൻ സർക്കാർ തയ്യാറായില്ല. അതിനു മുമ്പ് തന്നെ IIT ഏൽപ്പിച്ച ആ പാലം റീസ്ട്രക്ചർ ചെയ്യുകയാണ് ചെയ്തത്. ഏതായാലും ആ ഒരു കളങ്കം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു മുറിവായി. അദ്ദേഹം അനാരോഗ്യവാനായി. അദ്ദേഹത്തിന് പിന്നീട് ഒരിക്കലും ആരോഗ്യം പൂർണ്ണ രീതിയിൽ വീണ്ടെടുക്കാൻ പറ്റിയില്ല. അതുവരെ അദ്ദേഹം മധ്യ കേരളത്തിലെ ലീഗിന്റെ മുഖമായിരുന്നെങ്കിൽ പിന്നീട് അദ്ദേഹം പാലാരിവട്ടം പാലത്തെ ചൊല്ലി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അത് വലിയൊരു വിഷയമായിട്ട് ഇടതുമുന്നണി ഉയർത്തിപ്പിടിക്കുകയൊക്കെ ചെയ്തു. ഏതായാലും നമുക്ക് തോന്നുന്നു ഇബ്രാഹിം കുഞ്ഞ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ ആ ഘട്ടത്തിൽ പോലും സമത തെറ്റി ആരെങ്കിലും എന്താ പറയാ സ്വയം വലിയ ന്യായീകരണങ്ങളുമായിട്ട് രംഗത്ത് വരാനോ ആർക്കെങ്കിലും നേരെ വല്ലാതെ ക്ഷുഭിതനായി പൊട്ടിത്തെറിക്കാനോ ഒന്നും തയ്യാറായില്ല. ഒരിക്കലും സംയമനം കൈവിടാതെ വളരെ എന്താ പറയാ അപ്പോഴും അദ്ദേഹം വളരെ ശാന്തനായിട്ട് മാത്രമാണ് പ്രതികരിച്ചത് നമ്മൾ കണ്ടത്. മറ്റു പല രാഷ്ട്രീയക്കാരെ പോലെ അതിൽ നിന്ന് ഒളിച്ചോടാനോ അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാനോ അദ്ദേഹം പറഞ്ഞ ന്യായം ഇത്രയേ ഉള്ളൂ: ഞാനല്ല അത് ചെയ്യുന്നത്, നിർമ്മിച്ചത് പൊതുമരാമത്ത് വകുപ്പാണ്, അതിന് കരാറുകാരാണ്, അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി തന്ന ഡിസൈൻ അനുസരിച്ചാണ്. ഇതൊക്കെ പറയുമ്പോഴും അത് വേണ്ട പോലെ അംഗീകരിക്കപ്പെട്ടില്ല, ഉൾക്കൊള്ളപ്പെട്ടില്ല എന്നുള്ളൊരു വസ്തുത അവിടെ അവശേഷിക്കുന്നുണ്ട്. ഏതായാലും ഇബ്രാഹിം കുഞ്ഞെന്ന ലീഗ് നേതാവിന് എറണാകുളം, അതായത് കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ, പ്രത്യേകിച്ച് തൃശ്ശൂരിന് തെക്കോട്ട് ലീഗിന്റെ മുഖമായിട്ട് അദ്ദേഹം ഏറെക്കാലം നിലനിന്നു. അത് ആദരിക്കപ്പെട്ടു. സൗമ്യനായിരുന്നു. അതിന്റെ ഒരു അംഗീകാരം എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം അടക്കം കിട്ടിയത്. പക്ഷെ ആ മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് ഒരു മുൾക്കിരീടമായി ഒടുവിൽ മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഏതായാലും അദ്ദേഹത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകർ മാത്രമല്ല, ആ പാർട്ടി മാത്രമല്ല, ഒരുപാട് ആളുകൾ ഇപ്പോഴും അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്മരിക്കും എന്നുള്ള കാര്യത്തിലേക്ക് സംശയമില്ല. കാരണം അദ്ദേഹത്തിന്റെ ശാന്തമായ പ്രതികരണങ്ങളും അതുപോലെ തന്നെ വളരെ സമചിത്തതയോടെയുള്ള പെരുമാറ്റവും കാര്യങ്ങൾ വളരെ ക്യുക്കായിട്ട് ചെയ്യാനുള്ള ഒരു വൈഭവവും എല്ലാം നല്ലൊരു രാഷ്ട്രീയ നേതാവ്, ഒപ്പം നല്ലൊരു ഭരണാധികാരി കൂടിയായിട്ടാണ് അദ്ദേഹത്തെ കാലം ഓർക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഒരു കറുത്ത പൊട്ടായിട്ട് പാലാരിവട്ടം പാലം അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരികയും ചെയ്യും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.